സോ അങ്ങനെ ബ്രുക്കിന്റെ രണ്ടാമത്തെ ഫ്ലാഷ് ബാക്കും തീർന്നു. കഴിഞ്ഞ 2-3 വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഗുങ്കോയിന്റെ അമ്മ ഒരു ഗോഡ്സ് നൈറ്റ് ആയിരിക്കുമെന്ന്. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. ഗുങ്കോയിന്റെ അമ്മയല്ല, പകരം ഗുങ്കോയിന്റെ അച്ഛനാണ് ഗോഡ്സ് നൈറ്റ്. യെസ്, ഈ ചാപ്റ്റർ റിവീലായ കാര്യമാണ് ഗുങ്കോയിന്റെ അച്ഛൻ കിങ് ന്യൂവൻ അല്ല, പകരം സെയിന്റ് മാൻമയർ ഗ്രോ എന്ന് പറയുന്ന ഒരു ഗോഡ്സ് നൈറ്റ് ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ മറ്റേ സ്മോക്ക് ചെയ്തോണ്ടിരുന്ന പുള്ളിനെ നമ്മൾ കണ്ടില്ലേ, അയാളാണ് സെയിന്റ് ഗ്രോ. പുള്ളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പുള്ളിക്കും ഗുങ്കോയിന്റെ അതേ കണ്ണുകളാണുള്ളത്. പക്ഷെ ഈ ചാപ്റ്റർ വേറൊരു റെവലേഷനും കൊണ്ടുണ്ട്. കാരണം ഗുങ്കോയിന്റെ കണ്ണ് യഥാർത്ഥത്തിൽ എന്തോ സ്പെഷ്യൽ പവർ ഉള്ള കണ്ണുകളാണ് ഗുങ്കോയിന്റേത്. പക്ഷെ ആ പവർ ഗുങ്കോയിന്റെ അച്ഛനായ സെയിന്റ് ഗ്രോയിന് എവേക്കൺ ആവാൻ പറ്റിയില്ല. പക്ഷെ ഗുങ്കോയിന് ആ പവർ എവേക്കൺ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ടാണ് ഈമു ഈ ചെറിയ രാജ്യത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നും പറയുന്നുണ്ട്. സോ എന്താണ് ഈ പവർ എന്ന് ഇപ്പോൾ നമുക്കറിയില്ല. നമുക്ക് വരും ചാപ്റ്ററുകളിൽ അത് റിവീൽ ആവോ ഇല്ലയോ നമുക്ക് നോക്കാം. എന്തായാലും ഈ ചാപ്റ്ററിലൂടെ ഒരു കാര്യം വ്യക്തമായി. പൂമ കഴിഞ്ഞാൽ വൺ പീസിലെ വൺ ഓഫ് ദ സാഡസ്റ്റ് ബാക്ക് സ്റ്റോറിയുള്ള ക്യാരക്ടറാണ് ബ്രുക്ക്. കാരണം പുള്ളിക്ക് ഒന്നല്ല 2 സാഡ് ബാക്ക് സ്റ്റോറിയാണുള്ളത്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ബ്രുക്കിന് എങ്ങനെയാണ് തലയിൽ ആ സ്കാർ വന്നത് എന്നും കൂടെ റിവീലായി. ബ്രുക്കിന്റെ തലയിൽ ആ സ്കാർ കൊടുത്തത് മറ്റാരുമല്ല, ഗുങ്കോ ആണ്. സോയാ ബ്രുക്കിന്റെ ബാക്ക് സ്റ്റോറി സാഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നല്ല കാര്യം എന്താ വെച്ചാൽ ബ്രുക്കിന് ഇപ്പോൾ കാര്യങ്ങളുടെ സത്യാവസ്ഥ എല്ലാം ഒരുവിധം മനസ്സിലായി വന്നിരിക്കുകയാണ്. ബ്രുക്കും സ്ട്രോ ഹാറ്റ്സും കൂടെയും ഗുങ്കോയിനെ സേവ് ചെയ്യാൻ പോകാൻ ഉള്ള തയ്യാറെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.